നമുക്കൊരു പല്ല് നഷ്ടപ്പെട്ടാൽ നമുക്ക് പല രീതിയിൽ ആ പല്ലിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. എടുത്തു വെക്കുന്ന രീതിയിലും ഫിക്സഡ് ആയിട്ടുള്ള രീതിയിലും. എടുത്തു വെക്കുന്ന രീതിയിൽ എന്ന് വെച്ചാൽ സ്വന്തമായി പേഷ്യൻ്റ് സ്വന്തമായി വഴിഞ്ഞഴിച്ച് വെക്കുന്നതും സ്വന്തമായിട്ട് തിരിച്ചു വെക്കാവുന്നതുമായ പല്ലുകൾ നമ്മൾ എടുത്തു വെക്കുന്നത് റിമൂവബിൾ ഡെഞ്ചേഴ്സ് എന്ന് പറയും. പിന്നെ ഒരു ഓപ്ഷനാണ് ഫിക്സഡ് ഡെഞ്ചേഴ്സ്. ഫിക്സഡ് ഡെഞ്ചേഴ്സിന് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഫിക്സ് പാർഷ്യൽ ഡെഞ്ചർ, അതായത് എവിടെയാണോ പല്ല് നഷ്ടപ്പെട്ടത് തൊട്ടടുത്ത പല്ലിൻ്റെ സപ്പോർട്ടോട് കൂടെ നമ്മൾ ഫിക്സഡ് ആയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അത് പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് എടുത്ത് മാറ്റി വെക്കാനോ തിരിച്ചു വെക്കാനോ പറ്റുന്നില്ല. അതൊരു ഡെൻറ്റിസ്റ്റിൻ്റെ സഹായത്തോടെയാണ് അത് അഴിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെയുള്ളൊരു ഓപ്ഷനാണ് ഇംപ്ലാൻറ്റ്സ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഒരു അഡ്വാൻസ് ടെക്നോളജിയാണ് ഇംപ്ലാൻറ്റ്സ്. അതായത് എവിടെയാണോ പല്ല് നഷ്ടപ്പെട്ടത് തൊട്ട് അടുത്ത പല്ലിൻ്റെ സപ്പോർട്ടില്ലാതെ താഴത്തെ എല്ലിൻ്റെ സപ്പോർട്ട് കൂടെ ഫിക്സ് ചെയ്യുന്ന പല്ലുകളാണ് നമ്മൾ ഇംപ്ലാൻറ്റ്സ് എന്ന് പറയുന്നത്. ഇംപ്ലാൻറ്റ്സിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ബോഡി റിജക്റ്റ് ചെയ്യാത്ത ഒരു ബയോകമ്പാറ്റബിൾ ആയിട്ടുള്ള ടൈറ്റാനിയം എലമെൻറ്റ്സ് ആണ് നമ്മൾ ഇംപ്ലാൻറ്റ്സിനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഈ ടൈറ്റാനിയം സ്ക്രൂസ് നമ്മുടെ പല്ലിൻ്റെ വേര് പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണോ പല്ലിന് ഒരു വേരും ഒരു ക്രൗണും ഉള്ളതുപോലെ ടൈറ്റാനിയം ഇംപ്ലാൻറ്റ്സ് നമ്മളത് പല്ലിൻ്റെ വേരായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും നല്ലൊരു ഗുണം എന്താണെന്ന് അടുത്തുള്ള പല്ലിൻ്റെ ഇനാമൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട, താഴത്തെ എല്ലിൻ്റെ സപ്പോർട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നാച്ചുറൽ ടൂത്തുമായിട്ട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ള രീതിയിലാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. പൊതുവെ എല്ലാവരും പല്ലെടുത്ത് കഴിഞ്ഞാൽ, ഒരു വേദന വന്ന് പല്ലെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പല്ല് തിരിച്ച് വെക്കാറില്ല. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള പല്ല് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും, മുകളിലത്തെ പല്ല് ഇറങ്ങി വരും. അപ്പോൾ കുറേ നമ്മുടെ ചവയിലും ഒക്ലൂഷനിലൊക്കെ പല മാറ്റങ്ങൾ വരാം. തൊട്ടടുത്തുള്ള പല്ലുകൾക്ക് കൂടുതൽ ലോഡ് കയറി വരാം. അപ്പം ഇതെല്ലാം ഒരു ഭാവിയിലൊരു മോണ ഇഷ്യൂസിലേക്ക് അല്ലെങ്കിൽ പെരിഡോൺടൈറ്റിസിലേക്ക് ലീഡ് ചെയ്യാം. അപ്പോൾ എപ്പോഴും പല്ലെടുത്താൽ കഴിയുന്നതൊരു 3 മാസം കൊണ്ട് അവിടെ ഒരു പല്ല് വെക്കേണ്ടതാണ്. അതിലേറ്റവും മുന്നിട്ട് നിൽക്കുന്ന രീതിയാണ് നമ്മൾ ഇംപ്ലാൻറ്റ്സ് എന്ന് പറയുന്നത്. ഇംപ്ലാൻറ്റ്സ് യൂഷ്വലി 2 സ്റ്റേജ് പ്രോസസ്സായിട്ടാണ് ചെയ്യുന്നത്. അല്ല പിന്നെ ഡിപ്പെൻഡ് അപ്പോൺ ദ കേസ്, പേഷ്യൻ്റെ എല്ലിൻ്റെയും വായുടെ അവസ്ഥ, പേഷ്യൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസ്, ഇതിലെ മെഡിക്കൽ കണ്ടീഷൻസ്, എല്ലിൻ്റെ ക്വാളിറ്റി, അതിനൊക്കെ അനുസരിച്ചാണ് ഇംപ്ലാന്റ് പ്ലാൻ ചെയ്യുന്നത്. പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു ടെൻഷനാണ് ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ഭയങ്കര വേദനയാണോ, നല്ലപോലെ ബ്ലീഡിങ് ഉണ്ടാവോ. അതൊരു ഏറ്റവും ഒരു മിനിമൽ ഇൻവേസീവ് പ്രൊസീജിയറാണ് ഇംപ്ലാൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ശ്രദ്ധിക്കണം, അതിന് പ്രത്യേക ശ്രദ്ധ വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രത്യേകമായൊരു ശ്രദ്ധയൊന്നും ആവശ്യമില്ല. നമ്മുടെ പല്ല് എങ്ങനെയാണോ ശ്രദ്ധിക്കുന്നത് അതുപോലെയാണ് ഇംപ്ലാന്റിനും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പല്ല് കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇംപ്ലാന്റ് ചെയ്ത പല്ല് കൊണ്ടും ചെയ്യാൻ പാടില്ല. സോ ഒരു റൂട്ടീൻ ഡെൻ്റൽ കെയർ, ഒരു റൂട്ടീനായിട്ട് പല്ല് ക്ലീൻ ചെയ്യുന്ന പോലെ ഇംപ്ലാന്റ് ചെയ്ത ഭാഗവും ക്ലീൻ ചെയ്യേണ്ടതാണ്.